നമസ്കാരം. ഏഷ്യ കപ്പിൽ ഇന്ന് ആ ക്ലാസിക് ഫൈനലാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഏഷ്യ കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. ടൂർണമെന്റിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനൽ വരെ എത്തിയതെങ്കിൽ ഇന്ത്യക്കെതിരായ 2 മത്സരങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു. അഭിഷേക് ശർമ്മയും അദ്ദേഹത്തിന്റെ ഫോമും കുൽദീപ് യാദവിന്റെ ബോളിംഗ് മികവും ഇന്ത്യയുടെ പ്രധാന കരുത്താകുമ്പോൾ സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്കും അഭിഷേക് ശർമ്മയ്ക്കും പരുക്കേറ്റത് നേരിയ ആശങ്കയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വിവരം. ചേസ് ചെയ്യുന്ന ടീമിന് കൂടുതൽ സാധ്യതയുണ്ട് ദുബായിൽ എന്നുള്ളതുകൊണ്ട് ടോസ് നിർണായകമാകാൻ സാധ്യതയുമുണ്ട്. രാത്രി 8 മണിക്കാണ് മത്സരം. MG മിഥുൻ ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അങ്ങനെ ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിലേക്ക് നമ്മൾ എത്തുമ്പോൾ അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ഫോം, കുൽദീപ് യാദവിന്റെ ബോളിംഗ് പ്രകടനം, അതിനുമൊക്കെ അപ്പുറത്തേക്ക് ചില ആശങ്കകൾ കൂടി ഇല്ലേ ഇന്ത്യക്ക്? തീർച്ചയായും എവരും കാത്തിരുന്ന ഒരു പോരാട്ടത്തിന് തന്നെയാണ് ഇന്ന് രാത്രി 8 മണിക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ചരിത്രത്തിൽ ആദ്യമായാണ് ഏഷ്യ കപ്പിൽ ഇരു രാജ്യങ്ങളും നേർക്കുനേർ വരുന്നത് എന്ന പ്രത്യേകത ഉണ്ട്. അതിനിടയിലൊക്കെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്, വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഏഷ്യ കപ്പിന് എന്നുള്ളതാണ്. അതിൽ ഹസ്തദാന വിവാദം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഈ പഹൽഗാൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ക്രിക്കറ്റിലേക്ക് വരുന്നു. ഒരു സ്പോർട്സിൽ ഇത്തരത്തിലൊരു ഈ വിവാദ വിഷയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ക്രിക്കറ്റിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചകൾ കൂടി നമ്മൾ ഈ സമീപകാലത്ത് കണ്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊക്കെ ഇന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹാരിസ് റൌഫിൻ്റെയും ഒപ്പം തന്നെ സാഹിബ് സാദ ഫർഹാൻ്റെ ഒക്കെ ഒരു നടപടി നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിൽ BCCI ICCക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തത് നമ്മൾ കാണുകയും ചെയ്തു. അതിലൊക്കെ ഒരു നടപടികളിലേക്കൊക്കെ പോകാനിരിക്കുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ളൊരു വലിയ ടൂർണമെന്റിന്റെ കലാശപ്പോരിന് വേദിയാകാൻ പോവുകയും ചെയ്തത്. പ്രത്യേകിച്ച് നേരത്തെ എൽദോ സൂചിപ്പിച്ചപ്പോൾ തന്നെ ടോസ് ഒരു വളരെ നിർണായകമാകും. ദുബായിലെ പിച്ച് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ ചേസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടുന്ന പിച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ ടോസ് വളരെ നിർണായകമാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ ആശങ്കകളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അപരാജിതരായി തന്നെയാണ് അവർ ഫൈനലിലേക്ക് കലാശപ്പോരിന് യോഗ്യത നേടുകയും ചെയ്തത് എന്നുള്ളതാണ്. ഒരു ടീമിന് പോലും വലിയ വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ ഫോറിലെ അവസാന മത്സരമായ ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ മാത്രമാണ് ഒരു ചെറിയ വെല്ലുവിളി, ചെറിയെന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ശ്രീലങ്കൻ ടീം ഉയർത്തിയത് എന്ന് ഒഴിച്ചത് നിർത്തിയാൽ മറ്റു മത്സരങ്ങളെല്ലാം തന്നെ ഒരു ഈസി വാക്കോർ എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തത്. പാകിസ്ഥാനെതിരെ 2 മത്സരങ്ങൾ കളിച്ചു. ആ 2 മത്സരങ്ങളിലും വലിയ മേൽക്കൈ നേടിക്കൊണ്ട് തന്നെ ഇന്ത്യക്ക് മേൽ ഒരു തരത്തിലും വെല്ലുവിളി ഉയർത്താതെ തന്നെ പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് വിജയം കൈവരിക്കാൻ സാധിച്ച ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ അഭിഷേക് ശർമ്മയുടെ ഒരു ഫോം, സ്ഥിരതയാർന്ന ഒരു പ്രകടനം ആ താരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരായിട്ടുള്ള 2 മത്സരങ്ങളിൽ 105 റൺസാണ് താരം അടിച്ചുകൂട്ടുകയും ചെയ്തു. ഓപ്പണിംഗിൽ തന്നെ ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ബാറ്റിംഗ് പ്രകടനം താരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ശുഭാൻ ഗില്ലിന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ഒരു പിന്തുണ താരത്തിന് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നീട് വരുമ്പോൾ മധ്യനിരയിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളി താരമായിട്ടുള്ള സഞ്ജു സാംസന്റെ ഒരു പ്രകടനം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് നൽകിയ സംഭാവന, അതിനു മുമ്പിലത്തെ മത്സരങ്ങളുമൊക്കെ താരത്തെ തഴയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ടുള്ള പ്രചരണം സഞ്ജുവിനെ തഴയുന്നു എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെ നടക്കുകയും ചെയ്യുന്നു. എന്തായാലും കലാശപ്പോരിൽ സഞ്ജു ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യ 11-ൽ സഞ്ജു ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബോളിംഗ് നിരയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാം ഇത്തരത്തിൽ ജസ്പ്രീത് ബുംറ നയിക്കുന്ന ബോളിംഗ് നിരയാണ്, കുൽദീപ് യാദവ് നയിക്കുന്ന സ്പിൻ നിര. ഇവയൊക്കെ മറികടന്നുകൊണ്ട് പാകിസ്ഥാന് വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ വിരളമായി മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ടീം ഇന്ത്യ വിജയിച്ച് കപ്പിൽ ഒരിക്കൽ കൂടി മുത്തമിടുമെന്നുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ മുന്നോട്ട് പോകുന്നത്. അതാണ്, പ്രതീക്ഷയിലാണ് ആരാധകർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. P. രംഗനാഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, BCCI മാച്ച് റഫറി. ശ്രീ രംഗനാഥൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ